നമ്മളിപ്പോൾ 2024 വന്ന് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ടെക്നോളജിയും ആരോഗ്യ മേഖലയൊക്കെ ഒരുപാട് പുരോഗമിച്ചു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് പണ്ടത്തെക്കാളൊക്കെ സ്പൈൻ സർജറി ഒക്കെ ഇപ്പോൾ ഒത്തിരി സേഫ് ആണെന്നുള്ളത്. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയാൻ കാരണം? ടെക്നോളജി എന്ന് പറഞ്ഞ വാക്ക് തന്നെയാണ്. കാരണം പണ്ടത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്ന് സർജറിയുടെ ഒരു ആക്യുറസിയും കൃത്യതയും എല്ലാം കൂട്ടാനായിട്ട് 100% സ്പൈൻ സർജറീസും ന്യൂറോ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അതായത് ഓരോ ഞരമ്പുകളും ഓരോ മാംസപേശികളും എല്ലിൻ്റെ ഭാഗങ്ങളും എല്ലാം തന്നെ ഒരുപാട് മാഗ്നിഫൈ ചെയ്ത് കണ്ട് അത്ര കൃത്യതയോടുകൂടിയാണ് ഇന്ന് നമുക്ക് സർജറി ചെയ്യാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇമേജ് ഗൈഡൻസ്, അതായത് എക്സ്റേ മെഷീൻ, അതുപോലെ തന്നെ നാവിഗേഷൻ, പേഷ്യൻറ്റിൻ്റെ നമ്മൾ സ്കാൻ എടുത്ത ശേഷം സ്കാൻ ഒരു മെഷീനിലേക്ക് ഫീഡ് ചെയ്ത ശേഷം നമുക്ക് സർജറിയുടെ സമയത്ത് തത്സമയം നമ്മൾ എല്ലിൻ്റെയോ അല്ലെങ്കിൽ പേഷ്യൻ്റെ ശരീരഭാഗത്തിൽ ഏത് ഭാഗത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്, നമ്മൾ ഇൻസ്ട്രുമെൻറ്റ്സ് എത്തിയിരിക്കുന്നതെന്ന് വളരെ കൃത്യമായി പറഞ്ഞു തരുന്നൊരു ടെക്നോളജിയാണ് നാവിഗേഷൻ. അപ്പോൾ അത് മൂലം തന്നെ കൃത്യത വല്ലാതെ കൂടിയിട്ടുണ്ട്. കൂടാതെ തന്നെ ഞരമ്പുകളുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഭാഗങ്ങളിലാണ് നമ്മൾ സർജറി ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ന്യൂറോ മോണിറ്ററിങ് എന്ന് പറഞ്ഞ ഒരു സാങ്കേതികത നമുക്ക് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. കാരണം ഞരമ്പുകളുടെ പ്രവർത്തനം സർജറി നടക്കുന്ന സമയത്ത് തന്നെ മോണിറ്റർ ചെയ്തുകൊണ്ട് സർജറി ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നോളജിയാണ് ന്യൂറോ മോണിറ്ററിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഞരമ്പുകളുടെ പ്രവർത്തനം ലെവലേഷൻ പോലും ബാധിക്കപ്പെടുന്നില്ല എന്ന ഉറപ്പോടുകൂടി സർജറിയുടെ ഓരോ സ്റ്റെപ്പും മുന്നോട്ട് വയ്ക്കാൻ സർജന് കഴിയുന്നു എന്നുള്ളതാണ് ന്യൂറോ മോണിറ്ററിങ്ങിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇവയെല്ലാം കാരണമാണ് സ്പൈൻ സർജറി വളരെ വളരെ സേഫ് ആണെന്ന് നമ്മൾ കരുതുന്നത്. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞ ഈ ന്യൂറോ മോണിറ്ററിംഗ് എന്ന് പറഞ്ഞ ടെക്നോളജി അത് നമ്മുടെ തലച്ചോറിൻ്റെ സർജറീസിന് ഉപയോഗിക്കാറില്ലേ? യെസ്, കറക്റ്റ്. തലച്ചോറിൻ്റെ സർജറിയിലാണ് ഒരുപക്ഷെ ന്യൂറോ മോണിറ്ററിങ്ങിൻ്റെ തുടക്കം തന്നെ. അതായത് തലച്ചോറിൻ്റെ പല ഭാഗങ്ങളും നമ്മളുടെ പല ഫങ്ഷൻസും കൺട്രോൾ ചെയ്യുന്ന വ്യത്യസ്ത ഭാഗങ്ങളാണ്. അപ്പോൾ നമ്മുടെ സംസാരശേഷി കൺട്രോൾ ചെയ്യുന്ന ചില ഭാഗങ്ങളുണ്ട്, കൈകാലുകളുടെ അനക്കം നിയന്ത്രിക്കുന്ന ചില ഭാഗങ്ങളുണ്ട്, കാഴ്ച നിയന്ത്രിക്കുന്ന ചില ഭാഗങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളുടെ തലച്ചോറിൻ്റെ ഏത് ഭാഗത്താണോ അസുഖം വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ട്യൂമർ വന്നിരിക്കുന്നത്, ആ ഭാഗത്തിൻ്റെ ഫങ്ഷൻസ് സ്റ്റഡി ചെയ്തുകൊണ്ട് ആ ഫങ്ഷൻസിനൊന്നും തന്നെ ഒരു കോട്ടവും തട്ടാതെ നമുക്ക് ട്യൂമർ എടുത്ത് മാറ്റാനുള്ള ഒരു ഉപാധിയാണ് ന്യൂറോ മോണിറ്ററിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂറോ മോണിറ്ററിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഞരമ്പുകളും തലച്ചോറിൻ്റെ ഭാഗങ്ങളും കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഇലക്ട്രോഫിസിയോളജിക്കൽ മോണിറ്ററിംഗ്, അതൊരു മെഷീനിലേക്ക് ഘടിപ്പിച്ചുകൊണ്ട് തന്നെ നമ്മളത് മോണിറ്റർ ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ സർജറി ചെയ്യുന്നത്. അതുപോലെ തന്നെ പേഷ്യൻറ്റിനെ ഉണർത്തി ചെയ്യുന്ന അവേക് ശസ്ത്രക്രിയകൾ, അപ്പോൾ ഉണർന്നിരിക്കുന്ന പേഷ്യൻറ്റിൽ തന്നെ നമ്മൾ ഈ മോണിറ്ററിംഗ് ഉപയോഗിച്ചുകൊണ്ട് തലച്ചോറിൻ്റെ ഓരോ പ്രവർത്തനവും നമ്മുടെ കൺമുന്നിൽ കണ്ടുകൊണ്ട് ശസ്ത്രക്രിയ ചെയ്യുന്നതാണ് അവേക് ക്രേനിയോട്ടമി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ന്യൂറോ മോണിറ്ററിങ്ങിൽ ഒരു സ്റ്റെപ്പും കൂടെ ആക്യുറസിയോ അല്ലെങ്കിൽ നമുക്ക് ഹെൽപ്പ് കൂടുന്ന ഒരു സിറ്റുവേഷനാണ് ഉണർത്തിക്കൊണ്ടുള്ള അവേക് ശസ്ത്രക്രിയകൾ. സർജറി എന്ന് പറയുമ്പോൾ നമ്മൾ പണ്ട് തൊട്ടേ അതിനെ റിലേറ്റ് ചെയ്ത് കേൾക്കുന്ന മറ്റൊരു ടേമാണ് അനസ്തേഷ്യ. അപ്പോൾ ഈ ഡോക്ടർ ഇപ്പോൾ പറഞ്ഞല്ലോ അവേക് സർജറി എന്നൊക്കെ, നമ്മളെപ്പോലെയുള്ള സാധാരണ ആളുകൾക്ക് ഈ അവേക് സർജറി എന്നൊക്കെ കേൾക്കുമ്പോൾ പേടിയാണ്, ഒരു അത്ഭുതമാണ്. അപ്പോൾ ഈ അടുത്തിടയ്ക്ക് സോഷ്യൽ മീഡിയാസിലൊക്കെ കണ്ടിരുന്നു, ഇപ്പോൾ പേഷ്യൻസിന് സർജറി ബെഡിൽ കിടന്ന് പടം വരെ വരയ്ക്കാന്ന്, അത്ര ഈസിയായി ഇപ്പോൾ എല്ലാ സർജറീസും. അപ്പോൾ ഈ സർജറീസിന് ഇടയിലൊക്കെ പെയിൻ ഫീൽ ചെയ്യില്ലേ? അതൊന്ന് പറയാമോ ഈ അവേക് സർജറിനെ കുറിച്ച്? ശരിയാണ്, സർജറിയുടെ ഇടയ്ക്ക് വീണ വായിക്കുന്നു, പെയിൻ ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന അത്ഭുതത്തോടൊപ്പം തന്നെ ഇതെല്ലാം ഞങ്ങൾ അറിഞ്ഞുകൊണ്ടല്ലേ ചെയ്യുന്നതെന്നുള്ള പേടി സാധാരണ എല്ലാവർക്കും തോന്നാം. പക്ഷേ സാധാരണ അവേക് സർജറി ചെയ്യുന്നത് നമ്മൾ തലയൊട്ടി, അതായത് സ്കാൽപ്പ് എന്ന് പറയുന്ന, അതായത് നമ്മുടെ ചെവിയുടെ മുകളിലേക്കുള്ള ഭാഗത്ത് അനസ്തീഷ്യ കൊടുത്ത് കംപ്ലീറ്റായി മരവിപ്പിച്ച ശേഷം മാത്രമാണ്. അതായത് ലെവലേഷൻ പോലും വേദന അറിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് അവേക് സർജറിയുടെ പ്രത്യേകത. വേദന അനുഭവിക്കുന്നൊരു രോഗിക്ക് ഒരിക്കലും പടം വരയ്ക്കാനോ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് വായിക്കാനോ സാധിക്കില്ലല്ലോ. അപ്പോൾ വളരെ കംഫർട്ടബിളായി പെയിൻ ഫ്രീ ആയി തന്നെയാണ് ഈ സർജറി പുരോഗമിക്കുന്നത്. അപ്പോൾ പലപ്പോഴും ഈ പെയിൻറ്റിങ്ങോ അല്ലെങ്കിൽ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റോ ചെയ്യുന്നത് എന്തെന്നാൽ പലപ്പോഴും ഈ പേഷ്യൻസിൻ്റെ മെയിൻ പ്രൊഫഷൻ അത് തന്നെയായിരിക്കും. അതായത് ഒരു മ്യൂസീഷ്യനാണ്, ഒരു മ്യൂസീഷ്യന് വേണ്ടിയാണ് നമ്മൾ സർജറി ചെയ്യുന്നതെങ്കിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് പറഞ്ഞാൽ നമ്മൾ തലച്ചോറിൻ്റെ ഈ ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തലച്ചോറിൻ്റെ ഇന്ന ഭാഗത്താണെന്ന് മാത്രം നമുക്ക് പറയാൻ പലപ്പോഴും സാധിക്കാറില്ല. കാരണം അത്ര കോംപ്ലക്സ് ആയിട്ടൊരു ഭാഗമാണ് തലച്ചോറെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സർജറി കഴിഞ്ഞിട്ട് വർഷങ്ങളുടെ മ്യൂസിക്കൽ ടാലൻറ്റ് പോയി എന്ന് പറഞ്ഞാൽ അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു വിലയായിരിക്കും ഒരുപക്ഷെ ആ രോഗത്തിന് നൽകേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രൈമറി പ്രൊഫഷൻ എന്താണ്? ഇപ്പോൾ ഒരു പെയിൻറ്റർ ആണെങ്കിൽ പെയിൻറ്റ് ചെയ്തുകൊണ്ട് സർജറി ചെയ്യുമ്പോൾ അയാളുടെ പ്രൈമറി കഴിവുകൾ എന്താണോ അതിനൊന്നും നമ്മൾ കോട്ടം തട്ടുന്നില്ല എന്ന് അറിയുക എന്ന് തന്നെയാണ് നമ്മൾ ഏറ്റവും വലിയ ഒരു കോൺഫിഡൻസ്. എൻ്റെ ഫസ്റ്റ് അവേക് സർജറി എനിക്ക് ഓർമ്മ വരുന്നു. ഒരു അക്കൗണ്ടൻ്റ് ആയിരുന്നു അദ്ദേഹം. അക്കൗണ്ടൻ്റ് എന്ന് പറഞ്ഞാൽ
പുള്ളിയും പുള്ളിയുടെ സുഹൃത്തുക്കളും എല്ലാം പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഫോൺ നമ്പർ പോലും പുള്ളിക്ക് എഴുതി വെച്ച് ഓർക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല എന്നായിരുന്നു പുള്ളിനെക്കുറിച്ച് പറയുന്നത് തന്നെ. അതായത് 2 വർഷം മുമ്പത്തെ ഒരു കണക്കിനെക്കുറിച്ച് ചോദിച്ചാൽ പോലും ബുക്ക് തുറക്കാതെ പുള്ളി പറയുമെന്നുള്ളതായിരുന്നു നമുക്ക് പുള്ളിനെക്കുറിച്ചുള്ളൊരു എല്ലാവരും വീട്ടുകാരൊക്കെ പറയുന്നൊരു കാര്യം. അതുകൊണ്ട് തന്നെ നമ്മൾ സർജറിയുടെ ഇടയ്ക്ക് പുള്ളിക്ക് 1 മാസത്തെ ലെഡ്ജർ എടുത്ത് കൊടുത്തിട്ട് പുള്ളിയുടെ അടുത്ത് അത് ടാലി ആക്കാൻ പറഞ്ഞുകൊണ്ടായിരുന്നു നമ്മൾ സർജറി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും എനിക്ക് നന്നായിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ആ ഒരു മെയിൻ അക്കൗണ്ടിങ് സ്കിൽസ് മാത്രമല്ല, പുള്ളിക്ക് സർജറി കഴിഞ്ഞു പോയ ഡ്യൂറേഷനെ അറിഞ്ഞില്ല എന്നുള്ളതാണ്. കാരണം അത്രമാത്രം ഇൻട്രസ്റ്റോട് കൂടി ജോലി ചെയ്യുന്ന ഒരു ആളായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന നേരത്തിന് തന്നെ ഇവിടെ സർജറി തീരുകയും സർജറിയുടെ ഇടയ്ക്ക് ഒരു പ്രശ്നം വരില്ല എന്ന് നമുക്ക് ഉറപ്പുവരുത്തുകയും ചെയ്യാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ മ്യൂസീഷ്യൻസിൻ്റെയും പെയിൻറ്റേഴ്സിൻ്റെയും എല്ലാം സർജറി ചെയ്യുന്നത്. ലവലേശം വേദന ഇല്ലാത്തതാണ്. മാത്രമല്ല ഇത് ആലോചിച്ച് നോക്കുമ്പോൾ സേഫ്റ്റി വളരെയധികം കൂടുകയും ഓപ്പറേഷൻ്റെ സമയത്ത് നമുക്ക് മനോഹരമായ സംഗീതം കേൾക്കാൻ പറ്റുകയും ചെയ്യുമെന്നുള്ളതാണ് ഒരു പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു ബെനിഫിറ്റ്. അതുകൊണ്ട് തന്നെ ഒരുപാട് സർജറീസ്, അതായത് തലച്ചോറിൻ്റെ പല ഭാഗത്തുള്ള ട്യൂമറിൻ്റെ സർജറികൾ, അതുപോലെ തന്നെ പാർക്കിൻസോൺസും വിറയൽ രോഗത്തിൻ്റെ സർജറികൾ എല്ലാം തന്നെ ഇപ്പോൾ വേക്കായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ പേഷ്യൻറ്റിൻ്റെ പല ഫങ്ഷൻസും സ്റ്റഡി ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ സർജറികളൊക്കെ ചെയ്യുന്നത്.